കുഞ്ഞിക്കട എന്ത് ചെയ്യോ അടി? എന്റെ ഫോൺ എന്ത് ചെയ്യേ? അതെനിക്കിങ്ങനെ അറിയാം. അവനല്ലേ അത് ദിവസം എപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ എന്ത് ചെയ്യേ? അവൻ അവിടെ കണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതെങ്ങനാ? രാത്രി മുഴുവൻ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും. പറഞ്ഞാലൊട്ട് കേൾക്കത്തുമില്ല. ഇവിടെ ഉള്ളവർക്കൊന്നും ഇതൊന്നും അറിയണ്ടല്ലോ. ഇവനിത് എവിടെ കൊണ്ട് വെച്ചിരിക്കുക? അത്യാവശ്യ സമയത്ത് നോക്കിയാലോട്ട് കാണത്തുമില്ല. അമ്മേ, ദേ അമ്മയുടെ ഫോണ് അവന്റെ മുറിയിരുന്ന് കിട്ടിയതാ. ആ, എനിക്കറിയാമായിരുന്നു നടത്ത് തന്നെ കാണുമെന്ന്. ആ, ഇച്ചായം വന്നായിരുന്നോ? സ്കൂളിൽ പോയിട്ട് എന്തായി? ഇതെന്നാ വല്ലാതിരിക്കുന്നേ? പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടില്ലേ? എന്നാ പറ്റി? എന്നാ ഇച്ചായ കാര്യം പറ. നീ ആ കഥ കടച്ചി. എന്നാ അവൻ പരീക്ഷയ്ക്ക് തോറ്റുപോയോ? തോറ്റതവനല്ലടി, നമ്മളാ. സ്കൂളിൽ വിളിച്ചത് പ്രോഗ്രസ് ഉൾപ്പെടാനല്ല. പിന്നെ എന്നാ പ്രിൻസിപ്പൾ കാണാനാണോ? നിന്റെ പേരെന്നാ? ചേട്ടനെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. സാർ, നിങ്ങളൊന്നും പറഞ്ഞില്ല. മാഡം, എൻ്റെ കുട്ടിക്ക് 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും അതാണ് അതിശയം. മുതിർന്ന കുട്ടികൾ പറഞ്ഞു വിട്ടിട്ടാണ് ഇതൊക്കെ ടീച്ചറിനോട് ചോദിച്ചതെന്നാണ് അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുമാത്രമല്ല സാർ, ഞാൻ ക്ലാസ്സിൽ പിള്ളേരോട് അന്വേഷിച്ചു. മിക്കവാറും അവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ഇതും കൂടി പറയാമെന്ന് വെച്ചാണ് സാറിനെ വിളിപ്പിച്ചത്. നിങ്ങളിത് വിശ്വസിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതൊരു പുതിയ ടീച്ചറാണ്. അവരാകെ ഷോക്കായിരിക്കുകയാണ്. ഇച്ചായ അവൻ എന്നാ ടീച്ചറോട് ചോദിച്ചത്? ടീച്ചറെ അതിങ്ങ് തന്നേ. ഇത് അവൻ എഴുതി തന്നതാ. ഞാൻ എന്നാ ചെയ്യണ്ട ടീച്ചറെ? അവനെ ഞാൻ ഇന്ന് സെസിലി, നീ അവിടെ ഇരി. എടുത്തിയാടിയൊന്നും ചെയ്യരുത്. അവനെന്തേലും ചെയ്താലോ? നമുക്കവൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ജോലിക്കാരാണല്ലേ? അതെ, ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഇവളാണെങ്കിൽ ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിക്കാൻ പോകുന്നു. സിസ്റ്റർ, എൻ്റെ മോൻ. മോള് വിഷമിക്കാതെ. ഞാൻ അവനോട് സംസാരിച്ചു. അവനെല്ലാം എന്നോട് പറഞ്ഞു. എൻ്റെ മോൻ എന്താ സിസ്റ്റർ പറഞ്ഞത്? അവനെന്താ ഇങ്ങനെ ചീത്തയായി പോയത്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു ചേട്ടനാണ് ഇവനെ ഈ മോശമായിട്ടുള്ള വീഡിയോസൊക്കെ മൊബൈലിൽ കാണാൻ പഠിപ്പിച്ചത്. അവൻ അന്ന് തൊട്ട്
അവൻ്റെ അമ്മയുടെ ഫോണിൽ ഇതുപോലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്ഥിരമായി കാണാറുണ്ടെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ആ ഫോൺ ഇങ്ങി തന്നെ. ഇത് കണ്ടോ, അവൻ കണ്ടതിൻ്റെ സെർച്ച് ഹിസ്റ്ററിയാ. നീ പറഞ്ഞത് അവൻ ഗെയിം കളിക്കുകയാണെന്നാണല്ലോ. ഇതാണ് അവൻ്റെ ഗെയിം കളി. അങ്ങനെയൊക്കെയാണ് പല മാതാപിതാക്കളും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ ഈ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗിക്കാനും അതിനെക്കുറിച്ച് അറിവുള്ളവരുമാണ്. അന്ന് അയൽപക്കത്തെ ചേട്ടൻ്റെ അടുത്തുനിന്ന് ആ ദുരനുഭവം ഉണ്ടായപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ വേണ്ടി അവൻ വന്നിരുന്നു. പക്ഷേ അന്ന് നിങ്ങൾ വഴക്കു പറഞ്ഞ് ഓടിച്ചെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞായിരുന്നു അവൻ? ഒരിക്കൽ ഞാൻ എന്തോ അത്യാവശ്യപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവനെന്തോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അന്ന് അവനെ അല്പം കേൾക്കാനും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാനും അല്പസമയം ചിലവിട്ടിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഐറ്റം ഏതാണെന്നറിയാമോ? അവൻ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നറിയാമോ? ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്കറിയത്തില്ലല്ലേ? അവനോട് സംസാരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. കുട്ടികളെ അറിയാൻ നമ്മൾ കുറച്ച് സമയമൊക്കെ അവരുടെ കൂടി ഇരിക്കണം. അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ചോദിച്ചറിയാനും അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനും കുറച്ചൊക്കെ സമയം പങ്കിടണം. ബാങ്കിലെ 100 വട്ടം പ്രശ്നങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇവൻ്റെ കുരുത്തക്കേടുകളാണ് വൈകിട്ടെല്ലാം കേൾക്കുന്നത്. എങ്ങനെ ദേഷ്യം വരായിരിക്കും സിസ്റ്ററെ? പപ്പ അവനെ വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണ് അവനോട് സംസാരിക്കുന്നതെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പപ്പായേക്കാളും അവനിഷ്ടം അവനവൻ്റെ കൂട്ടുകാരോടാ. ഞങ്ങൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല സിസ്റ്ററെ. അവൻ കുരുത്തക്കേട് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾ അവന് സംസാരിക്കാൻ സമയം കൊടുക്കാത്തത് കൊണ്ടാണ്. ശരിയാ സിസ്റ്ററെ, അവനോട് ഞാനിതേവരെ ഒറ്റയ്ക്കൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. പിള്ളേർക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കരുത്. അവർ വളരുന്ന പ്രായത്തിൽ അവർക്ക് പല സംശയങ്ങളും ഉണ്ടാവും. നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് മാതാപിതാക്കൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള വികലമായ അറിവുകൾ കുട്ടികൾ സമ്പാദിക്കും. ഇങ്ങനെയുള്ള മോശപ്പെട്ട അറിവ് കൊടുക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് ഈ കുട്ടിയെ വഴിതെറ്റിച്ചത്. അതുകൊണ്ടേ എത്ര ജോലിത്തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം നമ്മൾ കുട്ടികളുടെ കൂടെ ചെലവഴിക്കണം. അവരുടെ കൂടെ കുറച്ചു നേരം കളിക്കണം. അവരോട് തമാശ പറയണം. അവരോട് കൂട്ടുകൂടണം. അപ്പൊ നമ്മുടെ മക്കളൊക്കെ സൂപ്പർ ആകുമെന്നേ. ഇനി നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്ന് ചിരിച്ചേ. അവൻ എന്തിയെ സിസ്റ്റർ? അവൻ അവിടെ കളിക്കുന്നുണ്ടെന്നേ. അവൻ നല്ല മിടുക്കൻ പയ്യനാ. പിന്നെ ഈ പറക്കമുറ്റാത്ത പ്രായത്തിലേ അവനെ പൊതിഞ്ഞു പിടിക്കാൻ ദൈവം കൊടുത്തിട്ടുള്ള 2 ചിറകുകളാ അപ്പനും അമ്മയും. ഈ പ്രായത്തില് നിങ്ങൾ അവനെ പൊതിഞ്ഞു പിടിച്ചില്ലെങ്കിലേ കഴുകൻ കൊണ്ടുപോകും. അത് ഓർമ്മ വേണം. എന്നാ ശരി, അവൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. ഓക്കേ, ശരി സിസ്റ്ററെ, ഞങ്ങൾ ഇനിയും വരാം. ശരി.